إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ സംവിധാനിച്ച ഒന്നാണ് ഉറക്കം എന്നത്. ആ ഉറക്കത്തിൽ അവൻ വിളിക്കപ്പെടുന്നു, എടുക്കപ്പെടുന്നു. ഉറക്കത്തോടുകൂടി മറ്റൊരു ലോകത്തേക്ക് അവൻ മാറ്റപ്പെടും. അഥവാ സ്വപ്നം എല്ലാവരെയും ബാധിക്കുന്ന ഒരു മഹാത്ഭുതമാണ്. പരിശുദ്ധ ഇസ്ലാം എല്ലാ വിഷയത്തിലും മാർഗദർശനം നൽകിയതുപോലെ തന്നെ ഈ വിഷയത്തിലും മാർഗനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും നൽകിയിട്ടുണ്ട്. ഈ സ്വപ്നങ്ങൾ എന്നത് പലപ്പോഴും പലരെയും അലോസരപ്പെടുത്തുകയും അലട്ടുകയും ചെയ്യാറുണ്ട്. പലരും സ്വപ്നങ്ങൾ കണ്ട് പലവിധ പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സ്വപ്നം? എങ്ങനെയാണ് സ്വപ്നങ്ങൾ? സ്വപ്നത്തിന്റെ വിവിധ തരങ്ങളിൽ അവയോട് വിശ്വാസി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർ-റുഅ്യ സലാസ. അർ-റുഅ്യ സലാസ, സ്വപ്നം 3 തരത്തിലാണ്. അങ്ങനെ പഠിപ്പിക്കുവാനുള്ള കാരണം ആ 3 തരം സ്വപ്നങ്ങളോട് എങ്ങനെയാണ് അത് കാണുന്നവർ പ്രതികരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ്. അർ-റുഅ്യ സലാസ, സ്വപ്നം 3 തരമുണ്ട്. അതിലൊന്ന് മിൻഹാ തഹാബീലു മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്നുള്ള ഭീതിപ്പെടുത്തൽ, പേടിപ്പെടുത്തൽ. രണ്ടാമത്തെ ഇനം വമിൻഹാ മാ യഹുമ്മുർ റജുലു ഫീ യഖ്ലതിഹി സുമ്മ യറാഹു ഫീ മനാമിഹി, മറ്റൊരു തരം ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയെ ടെൻഷനാക്കുന്ന, അവനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അത് അവൻ ഉറക്കത്തിൽ കാണുന്ന രീതി. മൂന്നാമത്തേത് വമിൻഹാ ജുസ്ഉം മിൻ 46 ജുസ്അൻ മിനൻ നുബുവ, നുബുവത്തിന്റെ 46-ൽ ഒരു ഭാഗമായിട്ടുള്ള സ്വപ്നം. ഇങ്ങനെ 3 തരത്തിലുള്ള സ്വപ്നത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അഥവാ ഒന്ന് ശൈത്താന്റെ പേടിപ്പിക്കൽ,
രണ്ടാമത്തേത് ഉണർച്ചയിൽ ടെൻഷനാകുമ്പോ വിഷമമുണ്ടാകുന്നത് ഉറക്കത്തിൽ കാണുക എന്നത്. മൂന്നാമത്തേത് നല്ല സ്വപ്നങ്ങൾ, അർറുയത്തു സ്വാലിഹ. അതാണ് നുബുവത്തിന്റെ ഭാഗമായി ഇവിടെ നിലനിൽക്കുന്ന സുവിശേഷങ്ങളായിട്ട് അറിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ 3 തരമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ സ്വപ്നവും മോശമാണ് എന്ന് വിധി എഴുതാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരു അറാബി വന്നു. എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നി റഅയ്തു ഫിൽ മനാം, ഞാൻ ഉറക്കത്തിൽ കാണുകയുണ്ടായി, കഅന്ന റഅസി ഖദ് ളുരിബ ഫതദഹറജ, എന്റെ തല മുറിക്കപ്പെട്ടതായിട്ട്, എന്റെ തല വെട്ടിയതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഫതദഹറജ, എന്നിട്ടത് ഉരുണ്ടുപോകുന്നു. ഫഷ്തദത്തു അലാ അഥരിഹി, അതിനു പുറകെ ഞാൻ വളരെ സാഹസപ്പെട്ടുകൊണ്ട് അതിന്റെ പുറകെ ഞാൻ പോകുന്നത് ഞാൻ സ്വപ്നം കാണുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പ്രതികരിച്ചത്, ലാ തുഹദ്ദിഥിന്നാസ്, ഇത് നീ ആളുകളോട് പറയരുത്. കാരണം ബിതലഉബി ശൈത്വാനി ബിക ഫീ മനാമിക്, നിന്റെ ഉറക്കത്തിൽ പിശാച് ശൈത്വാൻ നിന്നെ കളിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഭീതിജനകമായി കാണുന്ന, പേടിപ്പിച്ചു മനുഷ്യനെ വിഭ്രാന്തിയിലാക്കുന്ന സ്വപ്നങ്ങളാണ് അഹാവീൽ, അതല്ലെങ്കിൽ തഹാവീലു മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ന് പഠിപ്പിച്ചത്. ഇത് ശൈത്താന്റെ കളിയാണ്. മനുഷ്യനെ വിഷമത്തിലും ദുഃഖത്തിലും തളച്ചിടുന്നതിനു വേണ്ടി പിശാച് കളിക്കുന്ന കളിയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അഅറാബിയോട് വളരെ കർക്കശമായി പറഞ്ഞ വിഷയം ലാ തുഹദ്ദിഥിന്നാസ്, ഇത് ആളുകളോട് പറയരുത് എന്നതാണ്. അതാണ് ഒന്നാമത്തെ തരം. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം സ്വപ്നങ്ങളുടെ വിഷയത്തിൽ പറഞ്ഞത് ശൈത്താനിൽ നിന്ന് രക്ഷ തേടാനാണ്. ഇത്തരം സ്വപ്നങ്ങളിൽ നിന്ന് ഫതഅവ്വദ് മിൻഹു വമിനശ് ശയാത്തീനി ബില്ലാഹ് ഫലാ യുഹദ്ദിഥു ബിഹാ അഹദൻ, അതിൽ നിന്ന് അല്ലാഹുവോട് രക്ഷ തേടണം. ശൈത്താനിൽ നിന്നും അല്ലാഹുവോട് രക്ഷ തേടണം. ഫലാ യുഹദ്ദിഥ് ബിഹാ അഹദൻ, അതിനെക്കുറിച്ച് ഒരാളോടും പറയാതിരിക്കുക എന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അലാമ യുഹദ്ദിഥു ബിഹി അഹദുക്കും, എന്തിനാണ് നിങ്ങളിൽ ഒരാൾ ഇത് ആളുകളോട് പറയുന്നത് എന്ന്, അഥവാ പറയാൻ പാടില്ല എന്ന അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അത്തരം ഷർറിൽ നിന്ന് അല്ലാഹുവോട് രക്ഷ തേടുക, ആളുകളോട് പറയാതിരിക്കുക. മൂന്നാമത്തേത് പറഞ്ഞത് ഫൽയദ്ഫുൽ അലാ യസാരിഹി സലാസൻ, ഇടതുഭാഗത്തേക്ക് 3 തവണ ഊതാനും പാറ്റിത്തുപ്പാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ആരോടും പറയാതിരിക്കുക, രക്ഷാതേട്ടം നടത്തുക, ഇടതുഭാഗത്തേക്ക് 3 തവണ ഊതുക. ചില റിപ്പോർട്ടുകളിൽ മാറിക്കിടക്കാൻ പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ വുളു ചെയ്ത് നിസ്കരിക്കാൻ കഴിയുന്നവർ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ശൈത്താനിൽ നിന്ന്, പിശാചിൽ നിന്നുള്ള ഇത്തരം ദുസ്വപ്നങ്ങളോട് വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനമാണിത്. മറ്റൊന്ന്, ജുസ്ഉം മിൻ 46 മിനൻ നുബുവ, നുബുവത്തിന്റെ 46 ഇനങ്ങളിൽ, 46 ഭാഗങ്ങളിൽ ഒരു ഭാഗമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് അർറുയത്തു സ്വാലിഹ, നല്ല സ്വപ്നങ്ങൾ എന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞത് ലം യബ്ഖാ മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്ത്, നുബുവത്തിൽ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല, ഇല്ലൽ മുബശ്ശിറാത്ത്, മുബശ്ശിറാത്ത് ഒഴികെ. സഹാബത്ത് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, വമൽ മുബശ്ശിറാത്ത്, എന്താണ് റസൂലേ മുബശ്ശിറാത്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകിയ മറുപടി അർറുയ അസ്സാലിഹ, നല്ല സ്വപ്നങ്ങളാണ്, നല്ല സ്വപ്നങ്ങളാണ്. ചില റിപ്പോർട്ടുകളിൽ ഇൻഖതഅത്തിൻ നുബുവത്തു വറിസാല, നുബുവത്തും റിസാലത്തും അവസാനിച്ചു, നിലച്ചു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി പ്രവാചക പരമ്പര അവസാനിച്ചു. പ്രവാചകന്റെ വിയോഗത്തോടുകൂടി വഹ്യ് നിലച്ചു കഴിഞ്ഞു. ഇനി ഒരു റസൂൽ വരാനില്ല, പ്രവാചക പരമ്പരക്ക് പരിസമാപ്തിയായി. ഇനി വഹ്യ് ഒരു നബിയിലൂടെ, ഒരു റസൂലിലൂടെ ഒന്നും അവതരിപ്പിക്കാനില്ല. ദീന്
പൂർത്തിയായി. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനി ശേഷിക്കുന്നത് മുബശ്ശിറാത്താണ്, ചില സുവിശേഷങ്ങളാണ്. അപ്പോഴാണ് ചോദിച്ചത്, വമൽ മുബശ്ശിറാത്ത്, എന്താണ് ഈ മുബശ്ശിറാത്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം വരെ സുവിശേഷങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മുന്നറിയിപ്പുകളും വന്നിട്ടുണ്ട്, നിദാറത്തും ബിശാറത്തും വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബശീറാൻ, നദീറാൻ, സന്തോഷവാർത്ത അറിയിക്കുന്നവനാണ്, താക്കീത് നൽകുന്നവനാണ്. മുബശ്ശിരീന വ മുൻദിരീൻ, എല്ലാ പ്രവാചകന്മാരും വഹീന്റെ അടിസ്ഥാനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നവരും സുവിശേഷം അറിയിക്കുന്നവരുമാണ്. എന്നാൽ പ്രവാചകന്മാർ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് വഹയിലൂടെ സുവിശേഷം അറിയിക്കപ്പെട്ടു, മുന്നറിയിപ്പുകൾ നൽകപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തോടുകൂടി ആ നിലക്കുള്ള ബോധനം നിലച്ചു കഴിഞ്ഞു, ഇനി വഹിയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നു, ചില ബോധനങ്ങൾ പ്രവാചക ശൃംഖല അവസാനിച്ചാലും നിലനിർത്തിയിട്ടുണ്ട്. ചില സുവിശേഷങ്ങൾ, ചില മുന്നറിയിപ്പുകൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ നിലനിർത്തി. അത് നൽകാൻ മലക്കിനെ പറഞ്ഞയച്ച് ഒരു പ്രവാചകന്റെ സാന്നിധ്യത്തിൽ വഹിയിലൂടെ നൽകുകയല്ല, ആ രീതിയല്ല, അത് കഴിഞ്ഞു, നിലച്ചു. എന്നാൽ അർറുഇയത്തുസ് സ്വാലിഹ, ചില നല്ല സ്വപ്നങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അത് പഠിപ്പിക്കുകയുണ്ടായി. അല്ലാഹുവിൽ നിന്നുള്ള സ്വപ്നങ്ങളാണ്. അർറുഇയത്തുസ് സ്വാലിഹതു മിനല്ലാഹ്, നല്ല സ്വപ്നങ്ങൾ എന്നത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. യറൽ മുസ്ലിം ഔ തുറാലഹു, അത് മുസ്ലിം കാണും. ഔ തുറാലഹു, അല്ലെങ്കിൽ അവന് കാണിക്കപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, എന്താണ് മുബശ്ശിറാത്ത്? അപ്പോഴാണ് പറഞ്ഞത്, അർറുഇയത്തുസ് സ്വാലിഹ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള സൽ സ്വപ്നങ്ങൾ. വൽ ഹുലുമു മിനശ് ശയാതീൻ, പാഴ് സ്വപ്നങ്ങൾ അത് പിശാചിൽ നിന്നുള്ളതാണ്. അവിടെ അർറുഇയ അസ്സാലിഹ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള നല്ല സ്വപ്നങ്ങൾ, അതാണ് സുവിശേഷം. സത്യവിശ്വാസികളായ ചിലരിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല കാണിക്കുന്ന സ്വപ്നങ്ങളാണത്. അത് അന്ത്യനാൾ വരെ തുടർന്നുകൊണ്ടിരിക്കും. ദുഷിച്ച സ്വപ്നങ്ങൾ കണ്ടാൽ ചില അദബുകൾ പാലിക്കണമെന്ന് നമ്മൾ പറഞ്ഞു, ആ അദബുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ നല്ല സ്വപ്നങ്ങൾക്കും നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. അങ്ങനെയുള്ള സ്വപ്നം കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷിക്കാൻ പറഞ്ഞു. നമ്മൾ ആമുഖമായി കേട്ട വചനം അതാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവർക്ക് പേടിക്കാനില്ല, ദുഃഖിക്കാനില്ല. അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ, അവർ ഈമാനുള്ളവരാണ്, തഖ്വയുള്ളവരാണ്. ലഹുമുൽ ബുശ്റ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, അവർക്ക് ബുശ്റയുണ്ട്. ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ബുശ്റയുണ്ട്, സന്തോഷിക്കാൻ ചില വകുപ്പുകളുണ്ട്. വഫിൽ ആഖിറ, പരലോകത്തുമുണ്ട്. ഇഹലോകത്തെ ഭൗതിക ജീവിതത്തിലെ ബുശ്റയാണ് അർറുഇയത്തുസ് സ്വാലിഹ. വമൽ മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞില്ലേ, അതാണ് അൽ ബുശ്റ, അർറുഇയത്തുസ് സ്വാലിഹ. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ നമുക്കതിൽ സന്തോഷിക്കാൻ, വിശ്വാസിക്ക്, മുഅ്മിന്, മുത്തഖിക്ക് അതിൽ സന്തോഷിക്കുവാനുള്ള വകുപ്പുണ്ട്. സന്തോഷിക്കണം, സന്തോഷിക്കാമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പക്ഷെ അതോടുകൂടി തന്നെ പറഞ്ഞു, ലാ യുഹദ്ദിസു ബിഹാ, അത് പറയരുത്, അത് പറയരുത്. ഇല്ലാ ഹബീബൻ ഔ ലബീബൻ, അല്ലെങ്കിൽ ഇല്ലാ ആലിമൻ ഔ നാസിഹൻ, അത് ഹബീബിനോട്, ലബീബിനോട്, ലുബുള്ളവരോട് അല്ലാതെ അത് പറയരുത്. ബുദ്ധിയുള്ളവരോടല്ലാതെ, ഇൽമുള്ളവരോടല്ലാതെ, ആലിമിനോടല്ലാതെ, നസീഹത്തുള്ളവരോടല്ലാതെ, ഗുണകാംക്ഷയോടുകൂടി വർത്തിക്കുന്ന ഇൽമുള്ളവരോടല്ലാതെ, ബുദ്ധിയുള്ളവരോടല്ലാതെ അത് പങ്കുവെക്കരുത് എന്ന് പറഞ്ഞു. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ ഗുണകാംക്ഷയുള്ള പണ്ഡിതന്മാരോട് മാത്രമേ അത് പങ്കുവെക്കാവൂ എന്ന് പറഞ്ഞു. കാരണം ആലിമല്ലെങ്കിൽ, ഇൽമില്ലാത്ത ആളുകളുടെ മുന്നിൽ അത് പങ്കുവെച്ചാൽ അവർ വിവരക്കേട് വിളമ്പും. അതുകൊണ്ട് ഇൽമില്ലാത്ത ആളുകളുടെ മുന്നിൽ അത് പറയരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇൽമുണ്ടായാൽ മാത്രം പോരാ, നസീഹത്തുള്ളവനായിരിക്കണം. ആലിമൻ നാസിഹൻ, ഗുണകാംക്ഷയുള്ളവനായിരിക്കണം. ഗുണകാംക്ഷയില്ലെങ്കിൽ
അവൻ കണ്ട സ്വപ്നത്തിൽ അവനോട് ഇവന് വിദ്വേഷവും വൈരാഗ്യവും അതുപോലെ തന്നെ അതല്ലെങ്കിൽ അസൂയയും പകയുമൊക്കെ അവനോടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നസീഹത്തില്ലാത്തവനാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ കണ്ട വ്യക്തിയെ അസൂയ അങ്ങനെ ആക്രമിക്കാൻ, അതുപോലെ തന്നെ വിവരക്കേട് അവനോട് ആ നിലക്ക് പ്രതികരിക്കാനൊക്കെ കാരണമായേക്കും. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നല്ല സ്വപ്നം കണ്ടാൽ സന്തോഷിക്കാം, പക്ഷെ അത് ഗുണകാംക്ഷയുള്ളവരോട് അറിവുള്ളവരോട് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പാടുള്ളൂ. അറിവുള്ളവർ അതിന് നല്ല വ്യാഖ്യാനം പകരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ പറയുകയാണ്, ജനങ്ങളൊക്കെ കാണുന്ന ഈ സ്വപ്നം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ വന്നിട്ട് അവർ പറയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. അതിങ്ങനെ കണ്ടപ്പോ എനിക്കൊരാഗ്രഹം, ഞാനും ഒരു സ്വപ്നം കണ്ട് അത് പ്രവാചകനോട് പറയാൻ എനിക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. റഅയ്തു, അദ്ദേഹം പറയുന്നു, റഅയ്തു ഫിൽ മനാമി കഅന്ന മലകൈനി അഖദാനി, രണ്ട് മലക്കുകൾ എന്നെ പിടിച്ചുകൊണ്ടു പോകുന്നു. സുമ്മ ദഹബാ ബി ഇലന്നാർ, അങ്ങനെ നരകത്തിന്റെ നേരെയാണ് ആ രണ്ട് മലക്കുകൾ എന്നെ കൊണ്ടുപോയത്. ഫഇദാ ഹിയ മത്വിയത്തുൻ കതയ്യിൽ ബിഇരി വഇദാ ലഹാ ഖർനാനി കഖർനി അൽ ബിഇർ ഒരു വലിയ കിണർ പോലെയാണ് ആ നരകത്തെ സ്വപ്നത്തിൽ ഞാൻ കണ്ടത്. വലിയ ആഴത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു പടവുകളുള്ള ആഴിയുള്ള ഒരു തരം കിണർ പോലെ ആ നരകാഗ്നിയെ ഞാൻ കണ്ടു. സാധാരണ കാണുന്ന കിണറിന്റെ രണ്ടു ഭാഗത്തുള്ള തൂണുകൾ പോലെയുള്ള ചില കൊമ്പുകൾ കർണ് അതിനുണ്ട്. അഊദു ബില്ലാഹി മിനന്നാർ, ഉടൻ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ നരക ശിക്ഷയിൽ നിന്ന് അല്ലാഹുവോട് രക്ഷ തേടി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു മലക്കിന്റെ ആഗമനമുണ്ടായി. ആ മലക്ക് പറഞ്ഞു, ലം തുറ, പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചു. അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെ സഹോദരിയായ ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹ, പ്രവാചക പത്നിയായ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഈ സ്വപ്നം പങ്കുവെക്കുകയാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ബിൻ ഉമറിനു വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇത് അവതരിപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വപ്നം കേട്ടു. എന്നിട്ട് അതിനോട് പ്രതികരിച്ചത്, നിഅമർ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി മിനൽ ലൈൽ. നിഅമർ റജുലു അബ്ദുല്ലാഹ്, അബ്ദുല്ല എത്ര നല്ല മനുഷ്യനാണ്. ലൗ കാന യുസല്ലി മിനൽ ലൈൽ, രാത്രി നമസ്കാരവും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാർ പറയുന്ന വിഷയം, ഈ സ്വപ്നം കണ്ട് അതിന്റെ വ്യാഖ്യാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കിയതിൽ പിന്നെ രാത്രിയുടെ മിക്ക ഭാഗവും അബ്ദുല്ലാഹി ബിൻ ഉമർ രാത്രി നമസ്കാരത്തിലായിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം പിന്നീട് രാത്രി നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ്. ഇതൊരു നല്ല സ്വപ്നമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അതിന്റെ വ്യാഖ്യാനം വന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ അദ്ദേഹത്തിലുള്ള ഒരു സുവിശേഷമായിരുന്നു അത്. അതോടൊപ്പം അതിലൊരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നു. ഈ ഒരു സ്വപ്നം അബ്ദുല്ലാഹി ബിൻ ഉമറിന്റെ ജീവിതത്തിൽ അത് സ്വാധീനിക്കുകയാണ്. ജീവിതത്തിൽ അദ്ദേഹം മാറുകയാണ്. അത് കാരണം ആത്മീയമായി പോഷിക്കുവാൻ അദ്ദേഹത്തിന് അത് കാരണമായി. ഇതാണ് അർ-റുഅ്യ അസ്-സാലിഹ, നല്ല സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞത്. അതിന് വ്യാഖ്യാനമുണ്ടാകും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്ന ഗുണകാംക്ഷയുള്ള ഇൽമുള്ള ആളുകളുടെ മുന്നിൽ മാത്രമേ അത് അവതരിപ്പിക്കാവൂ. അതിൽ സന്തോഷിക്കേണ്ടതുണ്ടെങ്കിൽ സന്തോഷിക്കണം എന്നതാണ് വിഷയം. നല്ല സ്വപ്നങ്ങൾ ഇതുപോലെ സുവിശേഷങ്ങളാണ്, മുബശ്ശിറാത്താണ്. അതിൽ മുന്നറിയിപ്പും ഉണ്ടാകും. പക്ഷേ അതിൽ നമുക്കൊരു മതവിധി പ്രസ്താവിക്കാനോ അല്ലെങ്കിൽ ഒരു ശിക്ഷാവിധി പ്രഖ്യാപിക്കാനോ അതിനൊന്നും അത് പര്യാപ്തമല്ല. ബുഷ്റ എന്നാണ് പറഞ്ഞത്, മുബശ്ശിറാത്ത് എന്നാണ് പറഞ്ഞത്.
നബിമാരുടെ സ്വപ്നമല്ലാത്ത ഒരു പടപ്പിന്റെയും സ്വപ്നം ഒരാൾക്ക് നരകമുറപ്പിക്കാനോ അല്ലെങ്കിൽ സ്വർഗമുറപ്പിക്കാനോ അല്ലെങ്കിൽ ഹലാൽ ഹറാമുകൾ വിധിക്കാനോ അതല്ലെങ്കിൽ ശിക്ഷാവിധികൾ വിധിക്കാനോ ഒന്നും പര്യാപ്തമല്ല. നമ്മുടേതൊന്നും നബിമാരുടെ സ്വപ്നങ്ങളല്ല. അതിൽ മുബശ്ശിറാത്ത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം. സ്വപ്ന വ്യാഖ്യാനത്തിന്റെ പേരിൽ പല നിലക്കുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. ഇന്ന് ചാനലുകൾ സജീവമാണ്, സോഷ്യൽ മീഡിയകൾ സജീവമാണ്. അതോടുകൂടി തന്നെ വലിയ മുതൽ സമ്പത്തുണ്ടാക്കുന്നതിന് വേണ്ടി, വരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടി ഇതൊരു മാർഗമായി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. കാശ് വാങ്ങി ഇത്തരത്തിലുള്ള തങ്ങളുടെ ഇച്ഛക്കെന്തു തോന്നുന്നോ അതിനനുസരിച്ച് വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ഇത് സമ്പത്തുണ്ടാക്കാനുള്ള മാർഗമാകുമ്പോ കാണാത്ത സ്വപ്നം കാണും, അഥവാ കണ്ടു എന്ന് പറയും. അല്ലെങ്കിൽ കണ്ട സ്വപ്നത്തിൽ പൊലിമ കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. അതിന്റെ വ്യാഖ്യാനത്തിൽ കൃത്രിമത്വം വരാനുള്ള സാധ്യതകളുണ്ട്. കളവുകൾ സന്നിവേശിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വപ്നം കാണാത്തത് കണ്ടെന്ന് പറയുന്നത് എത്ര ഗൗരവമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറയുന്നതിനെ അഫ്റൽ ഫിറ എന്നാണ് പഠിപ്പിച്ചത്. അഫ്റൽ ഫിറ, മഹാകൊടിയ കളവ്. അക്ദബുൽ ഹദീസ്, അക്ദബുൽ ഹദീസ് മൻ തഹല്ലമ ബിഹുലുമിൻ ലം യറഹു. താൻ കണ്ടിട്ടില്ലാത്ത സ്വപ്നം കണ്ടെന്നു പറയൽ മഹാകളവാണ്, കൊടിയ കളവാണ്. ഇല്ലാത്തത് കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കുക. എന്നിട്ട് അത്തരത്തിലുള്ള ആളുകൾ, അത്തരത്തിൽ ഞാൻ കാണാത്തത് കണ്ടെന്നു പറയുന്നവർക്കുള്ള ശിക്ഷ പറഞ്ഞത് കുല്ലിഫ അൻ യഅഖിദ ബൈന ശഈറതൈൻ വലൻ യഫ്അൽ. 2 ഗോതമ്പ് മണികൾ കൊടുക്കും ഖിയാമത്ത് നാളിൽ. എന്നിട്ടത് കൂട്ടിക്കെട്ടാൻ അവരോട് പറയും. ചെറിയ ഒരു കയറ്, ഒരു നൂല് പോലും ചെറുത്, ഒരു അങ്ങേയറ്റം ചെറുത് ഒരു പക്ഷേ നമുക്ക് കൂട്ടിക്കെട്ടാൻ കഴിയില്ല. വലൻ യഫ്അൽ, അവർക്കൊരിക്കലും അതിന് സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. കാണാത്തത് കണ്ടുവെന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷയാണത്. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരെ സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുകയാണ്. സോഷ്യൽ മീഡിയകളിൽ സജീവമാണ് നബിയെ കണ്ട ആളുകളെ. അങ്ങോട്ട് പറയുന്നേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടു, എന്നോട് ഇത് പറഞ്ഞു. പ്രവാചകനെ ബ്രോക്കറാക്കി വരെ, ഭൂമി കച്ചവടത്തിന്റെ ബ്രോക്കറാക്കി വരെ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാണാത്തത് കണ്ടു എന്ന് പറയൽ തന്നെ മഹാകളവാണ്. അതിനു പുറമെ നബിയെ കണ്ടു എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കള്ളം കെട്ടിച്ചമക്കൽ എത്ര ഗൗരവമുള്ള വിഷയമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാരൂപത്തിൽ സ്വപ്നത്തിൽ കണ്ടാൽ അത് കളവാവുകയില്ല. കാരണം പിശാച്, നബിയുടെ രൂപത്തിൽ പിശാചിന് വരാൻ കഴിയില്ല. പക്ഷേ ഇന്ന് ഇതൊക്കെ വരുമാന മാർഗമാക്കാനുള്ള വഴികൾ, അതിന്റെ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. സ്വപ്നം ഇത്തരത്തിലുള്ള വരുമാന മാർഗമാക്കുന്നു, അല്ലെങ്കിൽ സ്വപ്ന കഥകൾ ഇത്തരത്തിൽ വരുമാന മാർഗമാക്കുന്നു. പാമരന്മാരായ ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാൻ, ഭൗതിക താല്പര്യത്തിനു വേണ്ടി തോന്നിയ വ്യാഖ്യാനം പറഞ്ഞ് ആഖിറത്ത് വിറ്റ് ദുനിയാവ് വാങ്ങുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. നഊദു ബില്ലാഹ്. സ്വപ്ന വ്യാഖ്യാനത്തിന് തന്നെ വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ പറഞ്ഞില്ലേ, വ്യാഖ്യാനം തേടിപ്പോയ ആളുകൾ അഫ്തൂനി ഫീ റുഅയായ ഇൻ കുൻതും ലിറുഅയ തഅബുറൂൻ, എന്റെ സ്വപ്നത്തിന് ഫത്വ തരൂ എന്നാണ് പറഞ്ഞത്. ഫത്വ തരൂ എന്ന്, സ്വപ്ന വ്യാഖ്യാനം പറയൂ എന്നതിന് അഫ്തൂനി എന്നാണ് പറഞ്ഞത്. ഖുലിയൽ അംറുല്ലദീ ഫീഹി തസ്തഫ്തിയാൻ, നിങ്ങൾ ഫത്വ ചോദിക്കുന്ന വിഷയം തീർപ്പാക്കപ്പെട്ടിരിക്കുന്നു. ഫത്വ എന്ന പദപ്രയോഗമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഫത്വ പറയുക എന്നത് എത്ര ഗൗരവപ്പെട്ട വിഷയമാണ്. അല്ലാഹ് ഹലാലാക്കി അല്ലെങ്കിൽ അല്ലാഹ് ഹറാമാക്കി എന്ന വിധി കൊടുക്കലാണ് ഫത്വ എന്നത്. അതുപോലെ ഗൗരവമുള്ള വിഷയമാണ് സ്വപ്ന വ്യാഖ്യാനം പറയുന്ന വിഷയവും എന്നത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെല്ലാവർക്കും സാധിക്കുന്ന വിഷയമല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നല്ല സ്വപ്നം കണ്ടാൽ വരെ ആലിമൻ നാസിഹൻ, ഇൽമും നസീഹത്തും ഉള്ളവരോട് മാത്രമേ അത് പങ്കുവെക്കാവൂ എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇൽമു പോരാ, നസീഹത്ത് വേണം. നസീഹത്ത് മാത്രം പോരാ, ഇൽമും വേണം എന്നത് പഠിപ്പിക്കുവാനുള്ള വിഷയം അതാണ്. ലബീബ് എന്നും പറഞ്ഞു. ലുബുള്ളവരോടാണ് പറയേണ്ടത്, ബുദ്ധിയുള്ളവരോടാണ് പറയേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ
ഇന്ന് ദീനീ വിഷയങ്ങൾ പലരും സംസാരിക്കുന്നു. പല രാഷ്ട്രീയക്കാർ, യൂട്യൂബേഴ്സ്, അതുപോലെ തന്നെ പല പാമരന്മാർ, അതുപോലെ തന്നെ മതത്തെ ചില കപടന്മാർ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, അല്ലെങ്കിൽ മതത്തെ തന്നെ കറുപ്പായി കാണുന്ന, കറുത്ത മുഖത്തോടുകൂടി മതത്തെ നോക്കിക്കാണുന്ന ആളുകൾ, ഇവരൊക്കെയാണ് മതത്തിന്റെ വിഷയത്തിൽ അടിസ്ഥാന വിവരം പോലും ഇല്ലാതെ മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയകളിലൂടെ അധികവും മതം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ പല മക്കളും അത് കേട്ട് വിശ്വസിക്കുന്നു. ഇതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇത്തരം ആളുകളുടെ മുന്നിൽ പറയാൻ ഇത് പാടില്ല എന്നാണ് പറഞ്ഞത്. ഇൽമും നസീഹത്തും ഉള്ളവരുടെ മുന്നിലെ ഇത് പറയാവൂ. അത്തരക്കാർ ഈ പറഞ്ഞ പോലെയുള്ള ആളുകൾ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമല്ല എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ രംഗത്തും പരിശുദ്ധ ഇസ്ലാം മാർഗദർശനം നൽകിയതുപോലെ ഈ വിഷയത്തിലും കൃത്യമായ മാർഗനിർദ്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എവിടെയും ഒരു ഗൈഡ് ലൈനിന്റെ കുറവ്, ഒരു മാർഗദർശനത്തിന്റെ കുറവ് അവന്റെ മുന്നിലില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കുകയും ഈ പറഞ്ഞ രൂപത്തിൽ അതിനോട് പ്രതികരിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങളെ യഥാ രൂപത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇപ്പോൾ വേനലവധിയാണ്. നമ്മുടെ മക്കളുടെ ഭൗതിക ജീവിതം സുരക്ഷിതമാകാൻ ആവശ്യമായ വിദ്യാഭ്യാസം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട ചികിത്സ, മറ്റും എല്ലാം രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ യഥാർത്ഥ ജീവിതമായ പരലോക ജീവിതം സുരക്ഷിതമാവാൻ ആവശ്യമായ കാര്യങ്ങൾ രക്ഷിതാവെന്ന നിലയിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാ നഹല വാലിദുൻ വലദൻ അഫ്ളല മിൻ അദബിൻ ഹസനിൻ. ഏറ്റവും നല്ല സംസ്കാരത്തോടു കൂടി മക്കളെ വളർത്തുന്നതിനേക്കാൾ വലിയ ഒരു ഗിഫ്റ്റ് ഒരു പിതാവും ഒരു മകനും നൽകിയിട്ടില്ല. അവർ ഇഷ്ടപ്പെടുന്ന പല വസ്തുക്കൾ, മൊബൈൽ ഫോണാകട്ടെ, ലാപ്ടോപ്പ്, ബൈക്ക്, മറ്റു വാഹനങ്ങൾ, എന്താകട്ടെ, അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഈ മതബോധം അവരിൽ ഉണ്ടാക്കുക എന്നതാണ്. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഖദ് കാന സലഫു ഇദാ നശഅ ലി അഹദിഹിം വലദ്. സലഫുകൾ അവരിൽ ഒരു കുട്ടി വളർന്നാൽ, അവരിൽ ഒരു കുട്ടി വളരുന്നുണ്ടെങ്കിൽ ശഗലൂഹു ബിഹിഫ്ളിൽ ഖുർആൻ വസിമാഇൽ ഹദീസ്. വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുന്നതിൽ ആ സലഫുകൾ അവരെ വ്യാപൃതരാക്കും. ഹദീസ് കേൾക്കുന്നതിൽ ആ മക്കൾ അവർ വ്യാപൃതരാക്കും. അങ്ങനെ ഫയുസ്ബിതുൽ ഈമാൻ ഫീ ഖൽബിഹി. അവന്റെ കൽബിൽ ഈമാൻ ഉറക്കും. അതിനുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കി കൊടുക്കുമെന്നാണ്. ഇത് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, വകം മിമ്മൻ അഷ്ഖാ വലദഹു വഫിൽദത കബദിഹി ഫിദ്ദുനിയ വൽആഖിറ ബിഇഹ്മാലിഹി വതർകി തഅദീബിഹി. പല രക്ഷിതാക്കളുടെയും അലസത കാരണത്താൽ, അവർ നല്ല അദബ് ഇസ്ലാമികമായ സംസ്കാരം മക്കൾക്ക് കൊടുക്കാത്തതിന്റെ കാരണത്താൽ എത്ര മക്കളെയാണ്, എത്ര പ്രിയപ്പെട്ട മക്കളാണ് ദുനിയാവിലും ആഖിറത്തിലും ദൗർഭാഗ്യവാന്മാരായി മാറിയിട്ടുള്ളത്. അവരുടെ ഇച്ഛകൾക്ക് വേണ്ട എല്ലാ സഹായവും ഈ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ വാദിക്കുന്നത് എന്താണ്? അന്നഹു യുക്രിമുഹു വഖദ് അഹാനഹു വഅന്നഹു യർഹമുഹു വഖദ് ളലമഹു വഹറമഹു. അവൻ ആദരിച്ചിട്ടുണ്ട്, അവന് വേണ്ടത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അവനെ നിന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവനോട് റഹ്മത്ത് കാണിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്, പക്ഷെ അവനെ ആക്രമിക്കുകയാണ് ചെയ്തത്.
മതബോധം പകർന്നു കൊടുക്കാതെ ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്ന രീതിയല്ല ഉണ്ടാവേണ്ടത് എന്നത് കൃത്യമായി ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. നമുക്കിടയിൽ മോറൽ ക്ലാസുകൾ, CRE-കൾ നടക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മക്കളുടെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത്തരം ക്ലാസുകൾ ഇല്ലെങ്കിൽ സംഘടിപ്പിക്കേണ്ടവരാണ് നമ്മൾ. മക്കളുടെ റിസൾട്ടുകൾ വരുമ്പോ, സ്ഥാപനങ്ങൾ തിരയുമ്പോ മതപഠനത്തിന് അനുയോജ്യമായ ഇബാദത്തുകൾക്ക് അവസരം ലഭിക്കുന്ന സ്ഥാപനമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. അവരുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. അടുത്ത ബന്ധുക്കളെ പോലും ഇന്ന് നമ്മുടെ മക്കൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വേനലവധി കാലത്ത് മക്കളെ കൂട്ടിയിട്ട് കുടുംബ സന്ദർശനം നമ്മൾ നടത്തണം. ജമാഅത്ത് നമസ്കാരത്തിൽ മക്കളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടത് ഉമ്മയും ഉപ്പയുമാണ്. അവരുടെ ഇന്റർനെറ്റ് ഉപയോഗത്തിൽ നിയന്ത്രണം വരുത്തേണ്ടത് രക്ഷിതാക്കളാണ്. അവധിക്കാലത്ത് ആ മക്കളുടെ കൂടെ ഇരിക്കാൻ സമയം കണ്ടെത്തണം, അവരോട് സംസാരിക്കാൻ. അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി ഉമ്മയും ഉപ്പയും മാറണം. എന്തും തുറന്നു പറയാനുള്ള ഒരു സ്ഥിതിഗതിയിലേക്ക് മക്കൾ മാറണം. അവർക്കിടയിൽ അകൽച്ച പാടില്ല. അവിടെ അകൽച്ച രൂപപ്പെടുമ്പോഴാണ് മക്കൾ തെറ്റിലേക്ക്, ലഹരിയിലേക്ക്, തിന്മയിലേക്ക്, മറ്റു വഴികൾ തേടിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗാഢബന്ധം ഉമ്മയും ഉപ്പയുമായി മക്കൾ എത്ര മുതിർന്നാലും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എങ്കിൽ അവർ ഒരിക്കലും തന്നെ തിന്മകളിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല. അതോടൊപ്പം തന്നെ ദീനീ ബോധം അവരിൽ ഉണ്ടാക്കുകയും ചെയ്താൽ സ്വാലിഹായ മക്കളായ മക്കളെ നമുക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങൾ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുക. മതം പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ അതവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല സ്വാലിഹീങ്ങളായ മക്കളായി നമ്മുടെ മക്കളെ വളർത്തുമാറാകട്ടെ. നാളെ പരലോകത്ത് കുടുംബസമേതം സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെ, നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരീ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.